പ്രോട്ടോകോൾ പോലും തെറ്റിച്ച് എന്തിനായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിന്റെ ഭരണാധികാരിയെ ക്ഷണിക്കാൻ എയർപോർട്ടിലെത്തിയത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും നൽകുന്ന അതേ പരിഗണന ഖത്തറിന് നൽകാൻ മോദിയെ പ്രാപ്തമാക്കിയ ചേതോവികാരം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കുറിക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യക്ക് ഏറെ പ്രിയപ്പെട്ട രാജ്യമാണ് ഇന്ന് ഖത്തർ. ഖത്തറിന്റെ ഭരണാധികാരി എയർപോർട്ടിലെത്തിയപ്പോൾ പ്രോട്ടോകോളുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കാൻ അവിടെ കാത്തിരിക്കുന്ന ചിത്രം ഇന്ത്യയും ഖത്തറും തമ്മിൽ തുടരുന്ന സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളം കൂടിയാണ്. ഖത്തർ ഭരണാധികാരിയായ അമീർ ഷെയ്ഖ് താമീം ബിൻ ഹമദ് അൽ താനിയെ സ്വാഗതം ചെയ്യാൻ നരേന്ദ്രമോദി എയർപോർട്ടിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചത് എന്റെ സഹോദരനെ സ്വാഗതം ചെയ്യാൻ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി എന്നാണ്. പേർഷ്യൻ രാജ്യങ്ങളിൽ ഖത്തറിനോട് മാത്രം ഇന്ത്യ ഇത്രയും വലിയ സ്നേഹവും സൗഹൃദവും കാണിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രോട്ടോകോളുകൾ തെറ്റിച്ചുകൊണ്ട് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്തായിരിക്കും? ശരിക്കും ആരാണ് ഇന്ത്യക്ക് ഖത്തർ? നമുക്ക് പരിശോധിക്കേണ്ടതായുണ്ട്. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഡൽഹിയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോൾ മാറ്റിവെച്ച് വൈകിട്ട് അദ്ദേഹത്തെ ന്യൂഡൽഹി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സാധാരണ മറ്റ് രാഷ്ട്രീയ തലവന്മാര് ഇന്ത്യയിൽ എത്തുകയാണെങ്കിൽ ഇവിടെ സ്വീകരിക്കാനുള്ള ഒരു പ്രോട്ടോകോൾ നിലവിലുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി ചില സമയങ്ങളിൽ, ശരിക്കും പറഞ്ഞാൽ അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രോട്ടോകോളുകളെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിച്ചുകൊണ്ട് ചില രാഷ്ട്ര നേതാക്കളെ കാണാൻ എയർപോർട്ടിൽ നേരിട്ട് എത്താറുള്ളത്. അതൊരു സൂചന കൂടിയാണ് നൽകുന്നത്. നിങ്ങൾ ഇന്ത്യക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്ന് പറയുകയാണ് എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പ്രയോറിറ്റിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ നേതാവാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ഓഫീസറാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തുക. ഇനി കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കേണ്ട വ്യക്തിയാണ് ഇന്ത്യയിൽ എത്തുന്നത് എങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് അവിടെ സ്വീകരിക്കാൻ എത്താറുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇന്ത്യയുടെ മണ്ണിൽ കാല് കുത്തുന്നതെങ്കിൽ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെടും. ഈ വ്യത്യസ്തത കൊണ്ട് തന്നെയാണ് ഖത്തറിന്റെ ഭരണാധികാരി ഇന്ത്യയിലെത്തുമ്പോൾ അത് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതും. മോദി ഇത്തരത്തിൽ പ്രോട്ടോകോളുകൾ തെറ്റിച്ചത് അപൂർവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് 2014, അതായത് നരേന്ദ്രമോദി ഭരണത്തിലേറി കുറച്ച് നാളുകൾക്ക് ശേഷം അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കാൻ എത്തുമ്പോഴാണ്. അന്ന് നരേന്ദ്രമോദി നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായിട്ടെത്തിയ ബരാക് ഒബാമയെയും ഭാര്യയെയും സ്വീകരിക്കാൻ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് അവിടെ നേരിട്ടെത്തി. പിന്നീട് അദ്ദേഹം പ്രോട്ടോകോൾ തെറ്റിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമാനുവൽ മാക്രോന്റെ ഇന്ത്യൻ സന്ദർശന വേളയിലാണ്. ഫ്രാൻസും ഇന്ത്യയുമായി തുടരുന്ന സൗഹൃദവും സഹകരണത്തിന്റെയും അടയാളമായി തന്നെയായിരുന്നു ഇതിനെയും അന്ന് പത്രമാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത്. അന്ന് റാഫേൽ അടക്കമുള്ള തീരുമാനത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാകും, ട്രംപ് വന്നപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന്, അല്ലേ? ട്രംപിനെയും നിരാശനാക്കാൻ തയ്യാറാക്കിയിട്ടില്ലായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹം നേരിട്ട് തന്നെ എത്തി ട്രംപിനെയും ക്ഷണിക്കുന്ന രംഗം പിന്നീട് വന്നിട്ടുണ്ട്. അതായത് വിമാനത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ട്രംപിനെ കാത്ത് നേരിട്ട് നരേന്ദ്രമോദി എത്തിയത് അന്ന് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നു. നമുക്കറിയാം ഇന്ന് രാഷ്ട്ര നേതാക്കൾക്കിടയിൽ വലിയൊരു സൗഹൃദം തന്നെ ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മിസ് യു എന്നൊക്കെ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചതും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 4 വർഷം അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നിരുന്ന ജോ ബൈഡൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഊഷ്മളമായ സ്വീകരണം നരേന്ദ്രമോദി നൽകാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച G20 മീറ്റിംഗിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയ ജോ ബൈഡനെ സ്വീകരിക്കാൻ അവിടെ എത്തിയത് വിദേശകാര്യ മന്ത്രാലയമായിരുന്നു. മറ്റു നേതാക്കളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ തണുത്ത ഒരു സ്വീകരണമായിട്ട് നമുക്കിതിനെ വിലയിരുത്താവുന്നതാണ്. അവിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി സ്വീകരിച്ചിരുന്നുവെങ്കിലും ട്രംപിനോ ഇമാനുവൽ മാക്രോണോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് അത്രത്തോളം ഊഷ്മളമായിരുന്നില്ല എന്നത് വ്യക്തമാണ്. നരേന്ദ്രമോദി നൽകുന്ന അതേ സ്വീകാര്യത അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളും നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതായത് കഴിഞ്ഞ AI ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രാൻസിലെത്തിയ നരേന്ദ്രമോദിയെ കാണാൻ എയർപോർട്ടിൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ കാത്തിരുന്നിരുന്നു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിന്റെ മണ്ണിൽ നരേന്ദ്രമോദിക്ക് അദ്ദേഹം സ്വീകരണം നടത്തിയത്. എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിനെ സ്വീകരിച്ചത്? അതിൽ നിന്നും ഒട്ടും കുറവില്ലാതെ തന്നെ നരേന്ദ്രമോദിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന തലത്തിൽ തന്നെ ഫ്രാൻസും സ്വീകരിച്ചു. നമുക്കറിയാവുന്നതാണ് ഫ്രാൻസും ഇന്ത്യയും വർഷങ്ങളായി സഹകരിക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്. യൂറോപ്പിലെ
മറ്റേത് രാജ്യത്തേക്കാൾ വലിയ ബന്ധം ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുമുണ്ട്. പല സഹകരണങ്ങളും സഹായങ്ങളും ഇരു രാജ്യങ്ങളും ചെയ്തു പോരാറുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഫ്രാൻസിന് നൽകുന്ന അതേ സ്വീകാര്യത നരേന്ദ്രമോദി, അതായത് ഇന്ത്യ എന്തുകൊണ്ട് ഖത്തറിന് നൽകുന്നു എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സ്ഥലമാണല്ലോ ഈ ഖത്തർ. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയാളികൾ ഖത്തറിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് ആളുകൾ ഖത്തറിലായിരിക്കും അല്ലേ? കേരളത്തെക്കാൾ ചെറിയൊരു രാജ്യമാണ് ഖത്തർ. വലുപ്പത്തിലല്ല, വർക്കിലാണ് കാര്യം എന്ന ലോകത്തിന് തെളിയിച്ചു കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. ദോഹയാണ് ഖത്തറിൻ്റെ തലസ്ഥാനം. ഒരു കാലഘട്ടം വരെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു ജനതയാണ് ഖത്തറിലും ഉണ്ടായിരുന്നത്. ഏതൊരു അറബ് രാജ്യത്തിനും ഉണ്ടായ സൗഭാഗ്യമാണ് ഖത്തറിലും സംഭവിച്ചത്. എണ്ണയും പ്രകൃതിവാതകവും തന്നെയാണ് ഖത്തറിൻ്റെയും തലവര മാറ്റിയത്. എന്നാൽ മറ്റു രാജ്യങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ ഇത്തരം ശേഖരങ്ങൾ കുറഞ്ഞ രാഷ്ട്രമായിരുന്നു ഖത്തർ. എങ്കിലും മറ്റേത് അറബ് രാജ്യത്തേക്കാളും വലിയ സ്ഥാനത്തേക്ക് എത്താൻ ഖത്തറിന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അവരുടെ വിജയത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്നും നാച്ചുറൽ ഗ്യാസ്, അതായത് പ്രകൃതിവാതകം കയറ്റുമതി ചെയ്ത് വലിയ ലാഭമുണ്ടാക്കുന്ന രാജ്യമാണ് ഖത്തർ. നമുക്കറിയാം, പേർഷ്യൻ ഗൾഫിൽ നിരവധി രാജ്യങ്ങൾ ഇത്തരത്തിൽ തന്നെ തൻ്റെ സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പ്രകൃതിവാതകങ്ങൾ ഒരുപാട് കയറ്റുമതി ചെയ്യാൻ ഖത്തറിന് സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. നമ്മുടെ ഇന്ത്യ ആണെങ്കിലോ വലിയ തോതിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യവുമാണ്. ഇന്ത്യയിൽ ആകെ ഇറക്കുമതി ചെയ്യുന്ന ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ 48% ഖത്തറിൽ നിന്നാണ് വരുന്നത് എന്നതാണ് മറ്റൊരു സത്യം. ഇതുതന്നെയാണ് പ്രഥമ ദൃഷ്ട്യ ഇരു രാജ്യങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അടുത്ത കാലത്തായി ഇന്ത്യ ഖത്തറുമായിട്ട് ഒരു ഡീല് ഒപ്പുവെച്ചിട്ടുണ്ട്. 20 വർഷത്തേക്കായിരുന്നു ആ ഡീല്. $6 ബില്യൺ സാമ്പത്തിക ലാഭം ഇന്ത്യക്ക് നൽകിക്കൊണ്ടാണ് ഖത്തർ ഇത്തരമൊരു ഡീല് ഉറപ്പിച്ചിട്ടുള്ളത്. $6 ബില്യൺ എന്നത് വലിയ സംഖ്യയാണ് എന്നത് ഓർക്കണം. ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ കോടികളുടെ ലാഭം ഇതുവഴി ഇന്ത്യക്ക് ലഭിക്കുന്നുമുണ്ട്. 2048 വരെയാണ് ഈ ഡീല് പ്രാബല്യത്തിൽ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഖത്തർ നമ്മുടെ പ്രിയപ്പെട്ടതാകാതിരിക്കാൻ ഒരു വഴിയുമില്ലല്ലോ അല്ലേ? പിന്നെ ഖത്തറിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഖത്തറിൻ്റെ നിക്ഷേപങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, യൂറോപ്പ് പോലും വിലയ്ക്ക് വാങ്ങാവുന്ന തലത്തിൽ ഖത്തർ ഇന്ന് വളർന്നിട്ടുണ്ട്. പലർക്കും ഖത്തറിൻ്റെ വളർച്ചയിൽ അസൂയുണ്ട് എന്ന വസ്തുത അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു അറബ് രാജ്യം ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചു എന്നത് പാശ്ചാത്യരെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഖത്തറിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥകൾ, ഖത്തർ ഊതി വീർപ്പിച്ച പന്ത് മാത്രമാണെന്ന കാര്യങ്ങളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖത്തർ എവിടെയും ആർക്കും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തൻ്റെ വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വലിയ രീതിയിൽ വളർച്ച കൈവരിക്കുകയും ചെയ്ത് രാഷ്ട്രം കൂടിയാണ്. അതായത് ഫിഫ വേൾഡ് കപ്പ് വളരെ മനോഹരമായി നടത്തി ലോകത്തെ ഞെട്ടിക്കാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ട്. ഖത്തറിൻ്റെ കയ്യിൽ നല്ല ഫണ്ടാണ് ഉള്ളത്. ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള അദാനി ഗ്രീൻസ്, അദാനി ട്രാൻസ്മിഷൻ, റിലയൻസ് റീറ്റെയിൽ, ബൈജൂസ് എന്നിവയിലൊക്കെ തന്നെ വലിയ നിക്ഷേപം നടത്തിയ രാഷ്ട്രം കൂടിയാണ് ഖത്തർ. ഇനിയും ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ ഖത്തറിന് യാതൊരു മടിയുമില്ല. കാരണം യൂറോപ്പിലടക്കം വലിയ നിക്ഷേപങ്ങൾ നടത്തുന്ന രാഷ്ട്രമാണല്ലോ ഇന്ന് ഖത്തർ. ഈ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഖത്തറുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത കാലത്തായി മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നേവി ഓഫീസേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് ഖത്തറിൻ്റെ ജയിലിലായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞു പോയിരുന്നത്. എന്നാൽ അവർക്ക് ശിക്ഷ ഇളവ് നൽകി അവരെ റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഖത്തർ എത്തിപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. കാരണം ഇന്ത്യയും ഖത്തറും ഇപ്പോൾ തുടരുന്ന സൗഹൃദം തന്നെയാണ് ഇതിന് പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഖത്തർ പോലൊരു രാഷ്ട്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ലല്ലോ. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിയാലോചനകൾക്കും അതിൻ്റെ ഇടയിൽ വന്ന ചർച്ചകൾക്കും ഒക്കെ ഒടുവിലായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഖത്തർ എത്തിയത് എന്നത് നമുക്കിവിടെ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഖത്തറിന് വലിയൊരു ഊഷ്മളമായ വരവേൽപ്പ് നൽകി രാജ്യം ആദരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൻ്റെ ഭരണാധികാരിയെ ആലിംഗനം ചെയ്യുമ്പോൾ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വലിയ സാധ്യത കൂടിയാണ് തുറക്കപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.